ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു സാഡ് വീഡിയോ ആണ് കേട്ടോ. സാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം വ്യാഴാഴ്ച 1 മണിയായപ്പോൾ 12:30 ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, വീട്ടിൽ നിന്ന് പോയത്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാത്രി വെളുപ്പിന് 3 മണിക്ക് ഞാൻ ഈ വീട്ടിലെത്തുകയും ചെയ്തു. 3:30 ആയപ്പോൾ എത്തി. ഇവിടെ വന്ന് എന്നാ പറയുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങോട്ട് പോയപ്പോഴത്തെ കാഴ്ചകളൊന്നും അല്ല തിരിച്ചു വന്നപ്പം. ശരിക്കും എൻ്റെ പൊന്നെ എന്നാ കാണിച്ചിട്ടേക്കുന്നത് എനിക്കറിയത്തില്ല. ദുഃഖ വെള്ളിയാഴ്ച ഒരു 3:30 ആയപ്പോഴത്തേനും പ്രകൃതി അത്രമാത്രം ഇതായി. കാറ്റും മഴയും മുഴുവൻ നശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണുമ്പോഴത്തേനും പേടിയാവും കേട്ടോ. ദൈവമേ, പച്ചഞ്ചേട്ടൻ അവിടെ നട്ടേക്കുന്ന കപ്പയും ഒക്കെ കാണണം. മൊത്തം പോയി. എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്നറിയാം. ആ ചേട്ടന് മറ്റേ അറ്റാക്ക് ഒക്കെ വന്ന് ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന. എങ്കിലും ആളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാ പറയുന്നത്, അത്രയും അധ്വാനിയാണ്. കൃഷിപ്പണി പുള്ളി ഈ വർഷം ഏലം എല്ലാം നട്ട് ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് വെള്ളമൊക്കെ അടിക്കുന്നത് ഞാൻ കണ്ടതാണ്. മൊത്തം ശരിക്കും നമുക്ക് തന്നെ നോക്കിയാൽ പറ്റിയെന്ന് കണ്ടോ. എന്നാ ചെയ്യും, എന്നാ പറയാനാ. എല്ലാവർക്കും പരിസരക്കാർക്കും മൊത്തം കൂട്ടം കാണിച്ചേരട്ടെ. ദുഃഖ വെള്ളിയാഴ്ച ഞാൻ എവിടെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ചൂരൽമലയിലായിരുന്നു, വയനാട്ടിൽ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വണ്ടി ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊരു സാധനം കിട്ടത്തിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെ ദൈവം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാലും ഇൻട്രിയപ്പവും കേട്ടോ. ക്രിസ്ത്യൻസിൻ്റെ ഇത്രയും 50 നോയമ്പ് എടുത്ത് അവർ വ്രതശുദ്ധിയോടുകൂടി ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പവും അതുപോലെ തന്നെ പാലുമാണ് കേട്ടോ. ഇത് ചേട്ടായിയുടെ കൂട്ടുകാരൻ കൊച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടായേ. ചേട്ടായി കഴിച്ചിട്ട് ചേട്ടാ റെഡി 4 എണ്ണം ഞാൻ കഴിച്ചിട്ട് എന്നിട്ട് ഇത് മുക്കി കഴിക്കാൻ നല്ലതായിരുന്നു കൂടി ഇന്ന് പാലയിൽ. എന്നിട്ട് ഇത് തേങ്ങാപ്പാലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നൊരു പാല് കാച്ചുന്നതാണ് കേട്ടോ. എന്നിട്ട് നിനക്കുള്ളത് 2 എണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതേ എനിക്കുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്നറിയാം, ഇത് കഴിക്കുന്നത് ഒരു നേർച്ചയാണ്. അപ്പം നമുക്ക് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസം. ഇഷ്ടം പോലെ നമ്മുടെ കരട്ടൂരിലാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. സന്തോഷത്തെ സിദ്ധു വിളിക്കേണ്ടതാണ്, വിളിച്ചില്ലല്ലോ എന്നെ പറ്റി. ഇപ്പം കിട്ടിയിട്ട് പാടി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കൊതിയാന്ന്. ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറിപ്പോയിട്ട് വന്നപ്പോഴത്തേനും കാണുന്ന കാഴ്ചകളാണിത് കേട്ടോ. വയനാടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പോയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച മനസ്സ് മരവിച്ച ഒരവസ്ഥയാണ് വയനാട് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ. സത്യം ഞാൻ പറയാം, ഇതുവരെ ഓക്കെ ആയിട്ടില്ല. ഇത് എൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ ഒക്കെ ചെളി നോക്കി ഞാൻ പോയിട്ട് വന്നിട്ട്. ഇത് നോക്കും നിങ്ങൾ. എന്നായിരുന്നു ഞാൻ ചെയ്യുന്നില്ല ഇവിടെ 3 മണിയായപ്പോൾ, വെളുപ്പിന് 3 മണിക്ക്. ഭയങ്കര കാറ്റായിരുന്നല്ലേ എൻ്റെ പൊന്നെ. ഞങ്ങളുടെ മുറി കറണ്ട് വല്ലതും പോയോ? വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങളുടെ ഒരു ഫാനും ഒന്നും അനങ്ങുന്നില്ല, ഒരു ലൈൻ പോയി. കറണ്ട് ഇല്ല. അല്ലാണ്ട് ഞങ്ങളുടെ ആ ബെഡ്റൂമിൻ്റെ ഒരു ബാത്റൂമിലെ ലൈറ്റും കത്തുന്നില്ല, ഫാനും വർക്ക് ചെയ്യുന്നില്ല. ഇന്നാണ് പിള്ളേരുണ്ടായിരുന്നപ്പോഴും ഒരു പ്രാവശ്യം അങ്ങനെ വന്നായിരുന്നു. എന്നിട്ട് പിന്നെ ആരെന്നെ വിളിച്ച് ശരിയാക്കി. എന്ന് പറഞ്ഞാൽ ആ ലൈൻ പോയി. ഇത് മുരിക്കൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ ആയിപ്പോയി, മൊത്തം വളഞ്ഞു കുത്തി. ദൈവമേ, മഴ പെയ്തോട്ടെ. ഇത് വേണ്ടായിരുന്നല്ലേ. അയ്യോ സത്യം, ഇടിപെട്ടായിരുന്നാൽ മതിയായിരുന്നു മഴ പെയ്യാതെ. അല്ല, മഴ പെയ്തോട്ടെ. മഴ പെയ്തോട്ടെ, പക്ഷെ ഇടിയില്ലാണ്ട് ഇത് നോക്കി. എൻ്റെ പൊന്ന് ദൈവമേ, മിറ്റവും ചെടിയും പരിപാടിയൊക്കെ കിടക്കുന്നുണ്ടോ. ഇത് സതീശൻ ചേട്ടൻ വന്ന് 2 ബക്കറ്റ് വെള്ളം എടുത്താൽ നമുക്ക് കറണ്ടും ഇല്ല, മോട്ടർ അടിക്കാനൊന്നും പറ്റുന്നില്ല. സതീശൻ ചേട്ടൻ്റെ ഭാഗ്യമോ ഭയങ്കര കേട്ടോ. ഷെഡ് മൊത്തം കാറ്റെടുത്തുകൊണ്ട് പോയി. പക്ഷേ ഉണ്ടല്ലോ, വണ്ടിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. മൊത്തത്തിൽ ഷെഡ് എടുത്ത് മാറ്റിക്കളഞ്ഞതേ. എൻ്റെ പണി ഇതെല്ലാം കാറ്റടിച്ച് പറിച്ച് കളഞ്ഞാലാണ് കേട്ടോ. ദൈവമേ, എണീറ്റിട്ടുണ്ടല്ലോ എൻ്റെ മനസ്സ് മരച്ച ഒരവസ്ഥ. ഞാൻ ലേറ്റായി രാത്രി വന്നപ്പോൾ ഞാൻ കണ്ടു ഷെഡൊന്നും കാണാഞ്ഞപ്പോൾ എനിക്ക് ആകെ പാടെ വെപ്രാളമായി. ഞാൻ വണ്ടിയാണ് നോക്കിയത് കേട്ടോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയില്ല, അതൊരു ഭാഗ്യം. ഇത് കണ്ടോ, കാണിച്ചു തരാവേ. കണ്ടോ, ഏലവും കപ്പയാണ് മൊത്തം ഓടിച്ച് പറിച്ച് കളഞ്ഞു കേട്ടോ. ഇതിങ്ങനെ ഇതിനകത്തൂടെ കാണുമ്പോൾ ഇച്ചിരിയേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളേ. മുഴുവനാ പശുചേട്ടൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറകിലത്തെ അവരുടെ ഏലവും അതെ കുറേ കളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഇത് ഇരുണ്ട് മൂടുന്നുണ്ട് ഗൈസ്. ഉണ്ടോ, മൊത്തം കൊണ്ടുണ്ട്. എൻ്റെ ഈശോയെ മാതാവേ, മഴ പെയ്യിപ്പിച്ചു. കാറ്റും ഇതൊന്നും വരുത്തരുതേ ദൈവമേ. ഒരു സമാധാനമൊക്കെ കേട്ടോ. അതേ കാറും എല്ലാം വരുന്നുണ്ട്. ഞാൻ മിറ്റും പോലും തൂത്തിട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ പെട്ടെന്ന് മിറ്റമൊക്കെ തൂത്തിട്ട് ചവിട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടതാണ്. സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ചെന്ന് വെച്ചാൽ വെള്ളം നനഞ്ഞു കിടന്ന് വൃത്തിയാക്കി തുടച്ചില്ല. വെള്ളം നനഞ്ഞു കിടന്ന് ആ നൈറ്റിയും കൊണ്ടൊന്ന് തൂത്തു. ഇനി മിറ്റം ഒന്ന് തൂക്കട്ടെ. അവിടെ ഷീറ്റും സാധനം എല്ലാം പറന്ന് പോയിരിക്കുന്നത്. അയ്യോ, ഞാൻ ഇതിലൊക്കെ കമ്പൊക്കെ കുത്തിയിട്ട് പോയത്, തക്കാളിക്കൊക്കെ കമ്പ്. ദേ ഞങ്ങളുടെ ആ സാധനം അവിടെ വന്ന് കിടക്കുന്നു. ദൈവമേ, ഇത് കണ്ടോ, ആ കുറ്റി ഇത് നമ്മുടേതാ.
ഒന്നും പറയണ്ട, മതി. ആ പൈപ്പ് മറ്റേ ഇവിടെ ചാരി വെച്ചിരുന്ന തക്കാളിക്ക് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് പോയതാണ്. അയ്യോടാ കഷ്ടം തന്നെ. ഉണ്ടോ പൈപ്പ് കിടക്കുന്നത്? പുറകിലോട്ട് വന്നാലത്തെ കാഴ്ച കാണിച്ചോട്ടെ. ഇതേ നമ്മൾ തൂക്കുന്ന തൂത്തുവാരിയൊക്കെ ഒന്ന് കിടക്കുന്നുണ്ടോ? അവിടെ അണിയെ ഇട്ടിരുന്ന സാധനമാണേ ചാക്കോ. അയ്യോ എൻ്റെ പയറെല്ലാം കണ്ടോ? വലിയ ആന കരുതി പയറൊക്കെ നട്ട് വെച്ച് സെറ്റാക്കിയതാ. അതെ കിടക്കാൻ നോക്ക്. 1-2 ശരിയായിട്ടുണ്ട്. ദേ മുരിങ്ങയും അങ്ങനെയായി കേട്ടോ, പടന്ന മാതിരിയായി. എൻ്റെ പൊന്നെ, എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് ആകപ്പാടെ വിഷമം വരുന്നത്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു ഓരോന്നല്ലേ. അല്ല ഇത് ഇത്രയും നിസ്സാര കാര്യത്തിന് നമുക്ക് ഇത്രയും സങ്കടം. അപ്പോൾ അവരുടെ അവസ്ഥ ഓർത്ത് നോക്കി. ശരിക്കും ഒരു പാടമാണ് ഇങ്ങനെയൊക്കെ പോയത് കൊണ്ട് കേട്ടോ. ശരിക്കും കെട്ടിയൊക്കെ വെച്ചു, പക്ഷേ അത് ഇത്ര കൊണ്ട് ഇതാവും നടത്തില്ല. പോയതാണെന്ന് തോന്നുന്നു. അറിയേണ്ട എല്ലാം അറ്റവും തലയും എല്ലാം ഇതായി. നോക്കി ചപ്പൊക്കെ നോക്കി. അയ്യോ മതി. അയ്യോ എൻ്റെ പൊന്നെ, വീടും പരിസരവും ഒരു പരുവായി കേട്ടോ. ഇവനെല്ലാം അതിനകത്ത് നല്ല അടങ്ങിച്ചിട്ടിരുന്നു. അതെല്ലാം പെട്ടെന്ന് ഒന്നും പിന്നെ സാരമില്ലാത്ത കാര്യമാണ്. അയ്യോ മൊത്തം കുളമായി കിടക്കും കേട്ടോ. ഇത് നോക്കി, മണ്ണ് നോക്കി, ചില്ലറ മണ്ണും ചെടിയാണോ നോക്കി. അയ്യോ അയ്യോ സതീശൻ്റെ ഭാഗ്യം കേട്ടോ, പറയാതിരിക്കാൻ വരാം. വണ്ടിയുടെ പുറത്തോട്ട് വീണ വണ്ടി പോയേനെ. എന്താ ദൈവം, അതൊരു വലിയ ഭാഗ്യം. എന്താ പൊന്നെ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഇതാണ്. നമുക്ക് ആ ഇതിനെയൊക്കെ ഇങ്ങോട്ട് ചവിട്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടേ ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ കരുതിയില്ല. പക്ഷേ നടക്കത്തില്ല. ചവിട്ടിയൊക്കെ എടുത്തിട്ടിട്ട് വെയിലത്തിട്ടിട്ടേ നമുക്ക് എല്ലാം ഒന്ന് തൂത്തൊക്കെ തുടയ്ക്കാം. നമ്മുടെ മിറ്റം കിടന്നത് കണ്ടിട്ട് എനിക്ക് ചങ്ക് കുടിയുമായിരുന്നു കേട്ടോ. മിറ്റമല്ല, ഇതെല്ലാം ഇനി ഇതാണ് വെട്ടണം. മുരിക്കൊക്കെ അവിടെ താഴത്തെ 2 മുരിക്കൊക്കെ വെട്ടി ഓടിഞ്ഞിട്ട് ചേട്ടായി വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇത്രയും ഭാഗം തൂത്തേ. അതിനിടെ ഒന്ന് പൊടപൊടാന്ന് മഴ ചാറിയേ. പിന്നെ ഇനി പുറകോട്ട് തൂക്കാനായിട്ട് പോവാം. ചെളിന്ന് പറഞ്ഞ ചെളിയാണ് കേട്ടോ മുറ്റം മൊത്തവും. നമ്മൾ ഈയിടെ എങ്ങനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടത് കണ്ടോ, ഒരു രക്ഷയില്ല. ചെറിയൊരു ഉറവയിലുണ്ടേ. ഇപ്പം 2-3 മഴ ചാറി കണ്ടോ. കാർമേഘം അന്നേരത്തിനും ഇച്ചിരി മാറിയിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ കണ്ടോ, ശരിക്കും ടയേർഡായേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർത്തുല്ലസിച്ചുള്ളൊരു യാത്രയല്ലായിരുന്നു. സങ്കടകരമായ ഒരു എന്നാ പറയുന്നത്, ഭയങ്കരമായിട്ടും ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു യാത്രയായിരുന്നു ഈ പ്രാവശ്യത്തെ യാത്ര, ചൂരൽമല യാത്ര. അയ്യോ ഒന്നും പറയണ്ട. അപ്പം വന്നപ്പോഴത്തേനും ഇവിടെ അതിൻ്റെ അപ്പുറം അന്തരീക്ഷം കണ്ടപ്പോഴത്തേനും ആകെ ടെൻഷനായി. കുറച്ച് സമയം ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ചാടിപ്പറിച്ച് എണീറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മിറ്റവും പരിസരം എല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇനി കിച്ചണിൽ കയറി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് കിച്ചണിലോട്ട് കയറിയതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കുക്കറിനകത്ത് കുത്തരിയിട്ട് വേവിച്ചിട്ട് അതെ ഊറ്റി കേട്ടോ, ചോറാക്കി മീൻ കറി വെക്കാൻ പോകും. മീനല്ല, കഴിഞ്ഞ ദിവസത്തെ മീനിൻ്റെ തല ഇരിപ്പുണ്ടായിരുന്നു. അതിന് അരച്ചൊക്കെ വെച്ചു. മാങ്ങായും പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുത്തു. തോരൻ എന്തെങ്കിലും വെക്കണം. അതിനുള്ള തേങ്ങ കൂടെ അങ്ങ് ചിരണ്ടിയതാണേ. അപ്പോൾ നമുക്ക് മീനൊക്കെ എടുത്തുകൊണ്ട് വരാവേ. മീനിൻ്റെ തലയൊക്കെ തേച്ച് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ എല്ലാം റെഡിയാക്കി ഒന്നുകൂടെ കഴുകി എടുത്തുകൊണ്ട് വന്നേ. 4 തലയുണ്ട്. തല ചേട്ടാക്കി ഭയങ്കര ഇഷ്ടമുള്ളതാണ് തലക്കറി. എന്നാൽ പിന്നെ വെച്ച് കൊടുത്തേക്കാം. ഇന്നലെയും ഒക്കെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇരിക്കുമല്ലായിരുന്നു. അനൂപ് ഉണ്ടായിരുന്നു കേട്ടോ, ചേട്ടാക്കി കൂട്ടുണ്ട്. അനൂപും മണിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എവിടെയെങ്കിലും പോയാലിപ്പം ചേട്ടൻ തന്നെയല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇച്ചിരി അരപ്പിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേ. എല്ലാം എളുപ്പപ്പരിപാടി ചെയ്യുന്നു കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ശരീരത്തിന് അത്രയ്ക്കും ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഉടായ്പ പരിപാടികളൊക്കെ ഇന്ന് ചെയ്യുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് പാവം അത് പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ അല്ലേ. ഓ സോറി. അപ്പോൾ ഇവനെ ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ആക്കട്ടെ. മീൻകറി ഇതേ ഇവിടെ അടുപ്പേ സെറ്റാക്കി റെഡി ആവുന്നു. പിന്നെ സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തക്കാളിക്കായും കുക്കുമ്പർ എടുത്ത് വെച്ച് കണ്ടോ. ഈ അമരപ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണേ. പയറിൻ്റെ എല്ലാത്തിൻ്റെ സൈഡ് ഒരുമാതിരി ആയിരിക്കുന്നു, കറണ്ട് ഇല്ലാണ്ടായില്ലേ. അപ്പം ഞാൻ ഓർത്ത് അവനെ മെഴുക്കുവരത്തേക്കാന്ന്. അതുകൊണ്ട് തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ചിരണ്ടിയത്. ഇവനെ ഒന്ന് സൈഡൊക്കെ കളഞ്ഞിട്ട് ഇച്ചിരി നേരം വെള്ളത്തിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പം കൂട്ട് വന്നത് പോവാ. എന്താ ഒരു കടയിൽ അവിടെ ആൾ നിൽക്കുന്നേ കണ്ടോ. ഇന്റർവ്യൂപ്പം കൊണ്ടുതരാൻ വന്നാൽ കേട്ടോ. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ ദുഃഖുള്ളിയാഴ്ച. സിന്ധു ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട്
കൊടുത്തു വിട്ടു. നോക്കിയേ, സന്തോഷം ഇപ്പം കൊണ്ട് തന്നതാണ് കേട്ടോ ഇൻട്രിയപ്പം. എൻ്റെ ദൈവം എത്ര എണ്ണോട് നോക്കും. 1 2 3 4 5 6 എണ്ണമുണ്ട്. ഞാൻ കൊതിച്ചാന്നറിയാം. പക്ഷെ ഞാൻ ഇന്ന് സിന്ധുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാല് കഴിഞ്ഞ് മറ്റേ നമ്മുടെ അനുഭവം കൊണ്ട് തന്നാണ് കേട്ടോ. കണ്ടോ, ഇതാണ് പറയുന്നത് യോഗമുള്ളതും തേടി വെക്കണ്ട അത് നമ്മുടെ കാര്യങ്ങളിൽ കൃത്യമായിട്ട് എത്തും. നമ്മളെ നന്മ ഉണ്ടായിരിക്കണം കേട്ടോ മനസ്സിൽ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്നതൊക്കെ ഫലം പോണൊക്കെ ഇരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. ഞാനുണ്ടല്ലോ ഇന്ന് രാവിലെ അല്ല ഒരു 10-11 ആയപ്പോൾ രാവിലെ സിന്ധുവിനെ ഒന്ന് വിളിച്ചു നോക്കി. അന്നേരം കിട്ടിയില്ല, എടുക്കുന്നില്ല അവളെ. അപ്പം ഞാൻ ഓർത്തു അവളെ ചേച്ചിമാരുടെ അവിടെയോ അനിയത്തിൻ്റെ അവിടെ എങ്ങാനും പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിയുമ്പോൾ അവളെ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ എന്നാടി നീ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നലെ എന്നാ ദിവസമാണ് നിനക്കറിയാവോ? അതിനാ ദുഃഖവള്ളിയല്ലേ? ആ ദുഃഖവള്ളിക്ക് എന്നാലും പ്രത്യേകത ഉണ്ടോ? അത് ശരി, ഈശോ വെച്ച ദിവസമല്ലേ, നിനക്ക് എന്നാ സിന്ധുവോട്ടും അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, അതെനിക്കറിയാം. പക്ഷെ ദുഃഖവെള്ളിയാഴ്ച നീ എന്നെ വിളിക്കാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കാറ്? ദേ ഇവിടെ ഇൻട്രിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടടി, കൊതിച്ച് നിനക്ക് ഇന്നാടി വന്ന് എടുത്തോ കഴിച്ചോ എന്ന് പറയാറില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയി നമ്മൾ ഇൻട്രിയപ്പം കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? എല്ലാ വർഷവും ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ സിന്ധു പിടിച്ച് തരാറുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിന്ധു ക്രിസ്ത്യാനി കുഞ്ഞായിരുന്നു, എൻ്റെ ആങ്ങള ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ് കേട്ടോ. അപ്പം അവരുടെ ചേച്ചിമാരും കൂടപ്പുറപ്പുകളെല്ലാം ഇപ്പോഴും പള്ളിയിൽ തന്നെയാണല്ലോ. അപ്പോൾ അവരുണ്ടാക്കിയിട്ട് കൊടുത്തിടും. ഇത് കണ്ടതേ എനിക്ക് മനസ്സിലായി ഇത് എവിടുത്തെയാണ് പോകുന്നത്. ഇത് സിന്ധു അല്ല സോറി, കൊഴിമല ബിന്ദുവിൻ്റെ ഒക്കെയാണ് കേട്ടോ. അവർ കുത്തരിപ്പൊടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ എല്ലാവരും പച്ചരിപ്പൊടിക്കകത്തല്ലേ. ഇത് പുഴുക്കലരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പൊങ്കാലയൊക്കെ വയ്ക്കുക അല്ലേ, അരിക്കാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. ഷായിച്ചേട്ടനും ബിന്ദും കൂടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും അവർ എല്ലാവരോടും കൊണ്ട് കൊടുക്കും. പിന്നെ അതിലൊക്കത്തുള്ളവരൊക്കെയും കൊടുക്കും. തൊട്ടപ്പുറത്ത് വിനോയുടെ അവിടുന്ന് കൊടുക്കും. അങ്ങനെ അപ്പോൾ എന്തായാലും അവളെനിക്ക് വിളിച്ച് തരാറുണ്ട്. എനിക്ക് ഇത്രയും കൊതിയുള്ളൊരു സാധനം ഭൂമിയിലില്ലെന്ന് പറയാം. അത്രയും കൊതിയുള്ളൊരു സാധനമാണ് ഈ അപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വിളിച്ച് തരാറുണ്ട്. അപ്പം പറഞ്ഞു, എടി നിനക്കുള്ളത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നീ ടൂർ പോയിക്കല്ലേ, സ്റ്റാറ്റസ് കണ്ടുല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ എന്നാ സന്തോഷം, ആങ്ങളാടി കൊടുത്തു വിട്ടേക്കാവേ, കടയിലോട്ട് കൊടുത്തു വിട്ടേക്കാവേ എന്ന് പറഞ്ഞു. ഇനി കടയിൽ കൊടുത്തിട്ടില്ല, അവന് തിരക്കില്ലെങ്കിൽ കൊണ്ട് തരാൻ പറയാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ കുഴപ്പമില്ല. അതായത് ജിപ്പിമോള് വന്നത് ഫോണിൽ കൂടെയാണേ. അതായത് ഞാൻ പറഞ്ഞു നീയൊക്കെ ഒരു സ്നേഹമുണ്ടോ, എനിക്ക് വിളിച്ചോ എന്നെ ഇന്നലെ ഇൻട്രിയപ്പം തന്നെ. അപ്പച്ചി എൻ്റെ കൂടെ അപ്പച്ചി സിന്ധു പറയുന്നത് തുണി വിരിച്ചിടാൻ പറഞ്ഞ അവൾ കുറച്ച് നേരമായിട്ട് വിരിച്ചിട്ടില്ലെന്നോ അങ്ങനെ പറഞ്ഞ അവളെ വഴക്ക് പറയാം. അപ്പച്ചി എന്നോട് കൂടെ അപ്പച്ചി ഞാൻ പിന്നെ നിന്നോട് കൂട്ടില്ല, നീ എനിക്ക് വിളിച്ചോ ഇൻട്രിയപ്പം തന്നോ? അപ്പച്ചി എന്നെ വല്ലപ്പോഴും വീഡിയോ കോളിൽ വിളിച്ച് കണ്ടുകൊണ്ടിരിക്കണമെന്ന്, എന്നാലേ കാണത്തുള്ളൂ. അപ്പച്ചി വരുന്നുമില്ല, വീഡിയോ കോളിലും വിളിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ഇത്രയും പറഞ്ഞിട്ടുണ്ടെന്നറിയാം, ഇതൊക്കെയാണ് കൂടപ്പുറപ്പ് സ്നേഹം. എനിക്ക് സന്തോഷം അറിയാം, എനിക്ക് ഭയങ്കര കൊതിയാണ്. എനിക്ക് ഇൻട്രിയപ്പം ഭയങ്കര കൊതിയാണെന്നറിയാം. എന്നിട്ട് ഇപ്പം അവന് പണി തിരക്കുള്ള ദിവസമല്ലേ, എന്നിട്ടും ഓടി ഇവിടെ തന്നിട്ട് പോയി കേട്ടോ. ഞാൻ കുളിച്ചിട്ട് തലയൊക്കെ തോർത്തിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നത് അന്നേരമാണ് അവൻ വന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പോകുന്നതാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ഒന്ന് നോക്കണ്ടേ, ഇത് നമ്മുടെ അനൂപിൻ്റെ അവിടെ നിന്ന്, ചേട്ടൻ്റെ കടയിലെ അനൂപിൻ്റെ അവിടെ നിന്ന് അപ്പവും പാലും കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാലാണ് ഇതിനെ. അപ്പം ഒന്നും നോക്കുന്നില്ല. ഇതിനോട് ഞാനിപ്പോൾ മുഴകൾ കൂട്ടിയാണ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് പാലുള്ളത് കൊണ്ട് ഞാൻ പാലിൽ മുക്കിയൊന്ന് കഴിക്കാൻ പോകും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മുക്കും. അയ്യോ സോറി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? നിങ്ങളെ കഴിച്ചാണോ അല്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കറിയത്തില്ല എന്നാ ഇത് ഇത്രയും എല്ലാ സാധനങ്ങളും വെറൈറ്റി ഫുഡുകളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതും കൊണ്ടുവച്ചാൽ ഇതേ ഞാൻ എടുക്കത്തുള്ളൂ. എനിക്കിതാ ഇഷ്ടം, അത്ര ഇഷ്ടമാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ കൊതി മൂത്തിട്ട് വല്ലപ്പോഴും ഞാനിത് ഉണ്ടാക്കാറുണ്ട് സത്യം. പക്ഷേ അവരുടെ നോയമ്പ് സമയത്ത് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ കുരിശ് അങ്ങനൊന്നും അല്ലല്ലോ. നമ്മൾ സാധാ ഈ കൂട്ട് വെച്ച് തന്നെ ഇടയ്ക്കകത്ത് പരത്തി ഉണ്ടാക്കുന്നു. ആ കൊതി കാരണം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒത്തിരി ആയി ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടുണ്ട്, കഴിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? നിങ്ങളൊക്കെ കഴിച്ചോ? എന്താ പറയുന്നത്, യോഗ ഉള്ളതും തേടി വെക്കണ്ടായിരുന്നു. സമയാസമയങ്ങളിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ കൊണ്ട് എത്തിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ശകലമെങ്കിലും നന്മ വേണം. നമുക്കൊരു മനസ്സൊരു നല്ലതായിരിക്കണം. എന്തൊരു കാര്യം, ഇത് ഈ 2 ഇൻട്രിയപ്പം കിട്ടിയിട്ടാണോ ഈ സിന്ധു പറഞ്ഞു? 2 വരെ കുറങ്ങളുണ്ട്. ഇത്രയും വലിയ കാര്യം പറയുന്നതെന്ന് ചിന്തിക്കും. ഒന്നുമല്ല, എല്ലാ കാര്യത്തിനും അതിന് അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് ശരിക്കും അല്ലേ. ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന നമുക്ക് ചിലരിപ്പം ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു കാര്യം പറയുന്നത്. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ നല്ല അറിവും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ ഒരു അറിവും ചെറുതല്ല എന്ന് പറഞ്ഞ പോലെ ഇതും അതിൻ്റേതായ ആ ഒരു വില കൽപ്പിച്ചാൽ ചെറുതല്ല.
അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഒരു 2 അടിച്ചിട്ട് ബാക്കി കാര്യം അല്ലേ. കറണ്ട് പോയി കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കറണ്ട് പോയി. ഭയങ്കര മഴയില്ല, നല്ല തെളിഞ്ഞ് നിൽക്കുക, ഭയങ്കര ഇടിയും മിന്നലും. കറണ്ട് തന്നെ ഇതായിപ്പോയി. ഞാൻ എന്നിട്ട് ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ കറണ്ട് ഉണ്ട്. പക്ഷേ വീണ്ടും ഞാൻ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ വീണ്ടും ഇടി മിന്നി. അത് അന്നേരം തന്നെ താഴോട്ട് പോയി. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ പോലും നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾ പോകുന്നുണ്ട്. ഇത് എന്നാന്ന് അറിയത്തില്ല ദൈവമേ. അപ്പോൾ കറണ്ട് മൊത്തത്തിൽ പോയി. നന്നായിട്ട് മിന്നലുണ്ട് നല്ലതായിട്ട്. പക്ഷെ ഭയങ്കരമായിട്ട് തെളിഞ്ഞു നിൽക്കുക കേട്ടോ. കാർമേഘമൊന്നുമില്ലേ. എൻ്റെ ദൈവമേ എന്നതാണോ അല്ലേ. ശരിക്കും പറഞ്ഞാലേ എൻ്റെ ദൈവമേ, ഓരോ പ്രദേശം ദൈവം നശിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നിപ്പോവും ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ. നമ്മൾ എത്രയാണേലും നമ്മൾ മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കാനും വിഷമിപ്പിക്കാനും ഒന്നൊക്കെ പോകാണ്ടിരിക്കണം അല്ലേ. പക്ഷേ എന്നാ എത്ര ഏജ് ആയാലും എത്ര വയസ്സായാലും ചില മനുഷ്യരുടെയൊക്കെ ആ എന്നാ ഒരു ധാഷ്ട്യം ഉണ്ടല്ലോ. ഞാൻ എന്ന ഭാവം, ഞാനെല്ലാമാണ്, എന്നെ കഴിഞ്ഞിട്ട് ആരും ഇല്ല എന്നൊക്കെ ഉള്ളൊരു ഭാവമുണ്ട് ചില മനുഷ്യർക്ക്. അങ്ങനെ ഉള്ളിടത്തുണ്ടല്ലോ ഇന്നും ചെറുപ്പക്കാരോട് മുമ്പിൽ പോയി കടന്നു പോകാൻ ബഹളവും വെച്ച് ഏജ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും വർഷത്തെ തിരിച്ചറിവ് കാണിക്കണ്ടേന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. ഓരോ കേട്ടോ ഇടി, ഭയങ്കര ഇടിയാണ് കേട്ടോ. നമ്മുടെ ഈ ഫോണിൽ പിന്നെ സിമ്മ് ഒന്നുമില്ല, ഐഫോണിൽ ഭയങ്കര ഇടിയാണ് കേട്ടോ. ഇതെന്തൊക്കെയോ ലോകാവസാനം അയക്കാൻ പോകാൻ തോന്നുന്നു സത്യമായിട്ട് ഞാൻ പറയുക. കാരണം ബൈബിളിലും രാമായണത്തിലും ഭാഗവതത്തിലും ഖുറാനിലും ഒക്കെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ നടക്കുക. കാരണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹമേ ഉള്ളൂ മനുഷ്യർ. കണ്ണി നോക്കിയാൽ ദ്രോഹമാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉപകാരമുള്ള മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ശരിക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരോട് വരെ വഴക്കിടുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ഈ ഒരു കാലത്തിൻ്റെ പോക്ക്. അപ്പോൾ പ്രകൃതിയും തിരിയും അല്ലേ. ഇത്രയൊക്കെ കണ്ടാലും കോവിഡ് വന്നു, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് വെള്ളപ്പൊക്കത്തിലൂടെ. അയ്യോ ശരിക്കും ഇന്നലെ അവിടെ പോയി നിന്നപ്പോഴത്തെ അവസ്ഥ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഈ പറയാതെ എടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോലുമുള്ള ശേഷി ഇല്ലാത്ത ഒരവസ്ഥ കൊണ്ട് മരവിച്ച ഒരവസ്ഥയായി പോയായിരുന്നു. ഒന്നും കണ്ട് നമ്മൾ ആരും അഹങ്കരിക്കേണ്ട, ഒന്നും കണ്ട് അഹങ്കരിക്കേണ്ട. ശരിക്കും അഹങ്കാരവും ഭർത്തയും എന്നെ ഈ ആർമാദിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അവിടെ ഒന്ന് പോകണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. അപ്പോഴെങ്കിലും മനസ്സിൻ്റെ കുറേ ഈ എന്നാ പറയുന്നത് ഇതങ്ങ് കുറയും, ഇച്ചിരി കാഠിന്യം കുറഞ്ഞ് ഒരു ശാന്തമാവും. സത്യം ഞാൻ പറയാം. അല്ലാണ്ട് നമ്മൾ അത് ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ കോവിൽ അല്ലേ. നമ്മുടെ ഗുരുദേവൻ എന്നാ പറഞ്ഞേക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, കണ്ണാടി നോക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒരിത് വേണം. മറ്റുള്ളവർ ശരിക്കും ഇന്നലെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവിടുന്ന് ഒരു ഉച്ചയായപ്പോൾ പോയി, 12:30 കഴിഞ്ഞപ്പോൾ പോയി. തിരിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഇവിടെ കിടക്കുന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പേടിയാവും. ഞാൻ തന്നെ നടന്നു വരുവാണേ അവിടെ വന്നിട്ടേ. അപ്പം സതീശൻ ചേട്ടൻ്റെ കാർ ഷട്ടൊന്നും ഇല്ല, കാറ് വേണ്ട നക്ഷത്രം പോലെ കിടക്കുന്നു. അപ്പോഴത്തേനും മഴയായിരുന്നു ഇടിയായിരുന്നൊക്കെ ഞങ്ങൾ ബസ്സെ വെച്ച് അറിഞ്ഞു. ചേട്ടായി വിളിച്ചപ്പോഴൊക്കെയും പറഞ്ഞു. പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല ചേട്ടായി. ഞാൻ ടെൻഷൻ ആവണ്ടെന്ന് കരുതി പറഞ്ഞില്ല. കാരണം ഈ നമ്മുടെ ഷീറ്റ് ഇട്ടേക്കുന്നതും എല്ലാം നമുക്ക് ടെൻഷനല്ലേ, പേടിയല്ലേ. ഈ കറണ്ടാണേലും ഇടിമിന്നലാണേലും ഒക്കെ കൂടുതൽ പ്രശ്നം വരും അങ്ങനെയുള്ളപ്പം. അതുകൊണ്ട് നമുക്കൊരു ചങ്ങിനകത്തൊരു പേടിയില്ല. അതുകൊണ്ട് ചേട്ടായി മിണ്ടിയില്ല. മൊത്തം കറണ്ടും എല്ലാം പോയി. ലാസ്റ്റ് ചേട്ടായി കറണ്ട് വന്ന് എല്ലായിടത്തും കറണ്ട് വന്നു. ഇവിടെ സ്വിച്ച് ഇട്ടിട്ട് ഒറ്റ ബൾബ് പോലും കത്തിട്ടുമില്ലൊന്നുമില്ല. പിന്നെ ചേട്ടായി രാത്രിയിൽ നമ്മുടെ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഫാനൊക്കെ പിടിപ്പിച്ച് തന്നിട്ട് ആ ചേട്ടനെ പോയി കൂട്ടിക്കൊണ്ട് വന്ന് എന്നാണ്ടൊക്കെ ചെയ്ത് പറക്കിയാണ് ലൈറ്റും ഇതൊക്കെ വന്നത്. എന്നിട്ട് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ബാത്റൂമിൽ ലൈറ്റില്ല, ആ ഫാനും വർക്ക് ചെയ്യുന്നില്ല. ഇന്നാൾ പിള്ളേർ ഇവിടെ ഉള്ള സമയത്തും പിള്ളേർ ആ റൂമിൽ കിടന്നുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെ ഒരു പ്രാവശ്യം വന്നായിരുന്നു. എന്നതാണോ എനിക്കറിയത്തില്ല. നമുക്ക് ദൈവം കണ്ണടയ്ക്കണ്ട, ദൈവം ദൃഷ്ടി ഇങ്ങനൊന്നും മാറ്റണ്ട അല്ലേ. നമ്മൾ അത്രയും ക്ഷമിച്ച് സഹിച്ച് മറ്റുള്ളവരും ആരെയും ദ്രോഹിക്കാണ്ടൊക്കെ പോയില്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും ഒരു ഓരോ ഏരിയ തിരിച്ച് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുവാണേ. എൻ്റെ പൊന്നു മാതാവേ, എനിക്ക് പേടിയാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ. സത്യം പറയുക, എന്നാ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. അത്ര ഒരു ടെൻഷനും വെപ്രാളവും പോലെ. എല്ലാം പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം പോണൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. ചിലപ്പോൾ നമ്മൾ ആയിരിക്കുമല്ലോ തെറ്റ് ചെയ്യുന്നത്, വേറൊരാൾ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിരിക്കും നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത്. ശരിയല്ലേ. ഇച്ചിരിയെങ്കിലും നന്മ മനസ്സിൽ വെച്ച് മറ്റുള്ളവരോടൊക്കെ പെരുമാറാനും ഒക്കെ ഒന്ന് ഓരോ മനുഷ്യരൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഓരോന്നൊക്കെ കണ്ണിന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലോ നമുക്ക് അത്ഭുതവും ഒക്കെ തോന്നുവാന്നേ. സത്യം ഞാൻ പറയുക, എങ്ങനെ
ഇത്രയൊക്കെ കണ്ടിട്ടും പഠിക്കുന്നില്ലല്ലോ എന്ന്. കോവിഡ് വന്നു, പിന്നെ ഈ പ്രളയം വന്നു, ഈ അല്ലാണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ വന്നു. ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര എളിമപ്പെട്ട് നിൽക്കണമെന്ന് ഓർത്ത് നോക്കി. നമ്മുടെ ജീവൻ അത്രമാത്രം എന്തേരം ആൾക്കാർ മരിച്ചുപോയി, എന്തേരെ. പക്ഷേ ഇപ്പം യുദ്ധം നടക്കുന്നു, എന്തേരെ ഇതായിട്ട് മനുഷ്യൻ പേടിച്ച് എന്തേരം മനുഷ്യൻ്റെ ജീവൻ പോകുന്നു. അതിൽ നിന്നൊക്കെ നമ്മളെ ദൈവം കാത്തു വരുമായിരിക്കുമ്പോൾ ശകലം അഹങ്കാരമൊക്കെ കുറച്ച് അല്ലേ ഒക്കെ ജീവിക്കണ്ടേ? ഞാൻ പറയുന്നത് ശരിയാണോ? സത്യം. എന്തേരം എളിമപ്പെടാവോ അത്ര എളിമപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഇതുണ്ടാവത്തുള്ളൂ. സത്യം. ശരിക്കും പേടിയാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിയാവുക. രണ്ട് കൈയും തൊഴുത് കുമ്പിട്ട് പോകും ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ. ഏത് ദൈവമാണ് നമ്മളെ കാക്കുന്നതെന്ന് ചിന്തിച്ചു പോകും. ഇന്നലെ പോയി കണ്ട ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തുമാത്രം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലെന്നാവും.